അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഭർത്താവിൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞിരുന്നു. കുടുംബ ബന്ധത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരുപാട് ആളുകൾ അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തിയിട്ട് ലൈഫ് മനോഹരമാക്കി എന്ന കമൻസ് നമ്മൾ വായിച്ചു. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണെന്നാണ്. ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൽ നിന്ന് അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇത്തിരി കുഴഞ്ഞൊരു വിഷയമാണല്ലേ. എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായും സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് 4 കാര്യങ്ങളാണെന്നാണ്. 4 കാര്യങ്ങൾ. ആദ്യം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ അതിന് ശേഷം ഞാൻ നൽകും കേട്ടോ. ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് വൺ കെയറിങ് ആണ്. കെയറിങ് തന്നെയാണ്. അതായത് ഒരു സ്ത്രീയുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കൂടുതൽ കെയറിങ് എവിടെ നിന്നാണ് അവൾക്ക് ലഭിക്കുന്നത്? അവളുടെ മനസ്സ് അങ്ങോട്ടൊന്ന് ചാഞ്ഞ് നിൽക്കും. ഇപ്പോൾ ബാപ്പയിൽ നിന്നാണ് കൂടുതൽ കെയറിങ് കിട്ടുന്നതെങ്കിൽ അത് വാപ്പാടെ മോളായിരിക്കും അല്ലേ. സഹോദരനിൽ നിന്നാണെങ്കിൽ അങ്ങനെ അല്ല, തൻ്റെ ഭർത്താവിൽ നിന്നാണ് അവൾക്ക് കൂടുതൽ കെയറിങ് ലഭിക്കുന്നതെങ്കിൽ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നൊരു പ്രകൃതമാണ് പൊതുവെ സ്ത്രീക്ക് ഉണ്ടാവുക. രണ്ടാമത്തേത്, കെയറിങ്ങിനോടൊപ്പം സ്ത്രീ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു റിലേഷൻഷിപ്പാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ വിശ്വസിക്കാൻ കഴിയണം അവൾക്ക്. ഒരു വിശ്വാസമില്ലാത്ത റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവും നമുക്ക് നേടാനില്ല. അപ്പോൾ സത്യസന്ധത റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സ്ത്രീ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പാളിച്ച അതിൽ വന്നു പോയാൽ, നിങ്ങൾക്കൊരു മോശം റിലേഷൻഷിപ്പ് മറ്റൊരാളുമായിട്ടുണ്ടായാൽ ആ ജീവിതം തന്നെ തകർന്നു പോകാൻ മറ്റൊന്നും വേണ്ട. അവളുടെ മനസ്സിനെ അത് തകർത്ത് കളയുമെന്നത് ഉറപ്പാണ്. മൂന്നാമത്തേത് സ്നേഹമാണ്. അൺകണ്ടീഷണലായ ലവ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഒരു കണ്ടീഷനുമില്ലാത്ത പ്രണയം, ശക്തമായ പ്രണയം. ആ പ്രണയം കേവലം മനസ്സിലുണ്ട് എന്നല്ല, അതിൻ്റെ പ്രകടനമാണ് അവൾ ആഗ്രഹിക്കുന്നത്. സ്നേഹം അവളോട് പ്രകടിപ്പിക്കണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. സ്നേഹം കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് എന്ത് കാര്യം? അവളെ സ്നേഹിക്കുക, ആ സ്നേഹപ്രകടന ഭാവം അവൾക്ക് മനസ്സിലാകണം. അങ്ങനെ പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് എൻ്റെ കെട്ടിയവൻ എന്നോട് ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമോ? മൂപ്പർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പുറത്ത് കാണിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ആ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വല്ല സമാധാനവും കിട്ടുമോ? ഒരു സമാധാനം കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൾ ചിരിക്കണില്ല, അവളിങ്ങനെ ഗൗരവത്തിലൊക്കെയാണ്. വന്നാ ബാ ഇരിക്കുക, ചോറ് ഒഴുകി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവളെന്താ ചിരിക്കാത്തത്? അപ്പോൾ അവളോട് ചോദിക്കുക, നീ ചിരിക്കാത്തത് എന്താ? എൻ്റെ സ്നേഹമൊക്കെ എൻ്റെ മനസ്സിലാണ്, ഞാൻ പുറത്ത് കാണിക്കില്ല. കൊണ്ട് ഈ കൊട്ടയിൽ വലിച്ചെറിയും നിൻ്റെ സ്നേഹം. ആർക്ക് വേണം? എന്തിനാത്? ഇതേപോലെ തന്നെ തിരിച്ചു ഭർത്താവിൻ്റെ സ്നേഹപ്രകടനങ്ങൾ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യരെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ മനസ്സിൽ ചില ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ട്, സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറിയിരിക്കുന്നതാണ്. സ്നേഹം കൊടുക്കേണ്ടതുപോലെ കൊടുത്തു നോക്കിയേ, നല്ല ഹൃദ്യമായൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റും. അത് ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇത്തരം കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നാലാമത്തേത് ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി അതായത് ഒരു പ്രത്യേക സമയത്ത് മാത്രമുള്ള സ്നേഹം അങ്ങനെയല്ല, എപ്പോഴും ഒരുപോലെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്വഭാവത്തിൽ ചില മനുഷ്യരാണ്, മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല, നിങ്ങളെപ്പോഴും സ്നേഹിക്കുക. ചില സഹോദരിമാർ കമൻ്റ് ഇട്ടേക്കുന്നത് കണ്ടു, എൻ്റെ മുന്നുസാദേ ഭർത്താവിന് ചില രാത്രികളിൽ പ്രത്യേക ഒരു സ്നേഹം തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൈൻഡും ഇല്ല, തിരിഞ്ഞു നോക്കൂല, ചിരിക്കില്ല. ആ സമയത്ത് മാത്രം മതി എന്നാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് ഒരുതരം ഒരു വെറുപ്പായിരിക്കും സ്ത്രീകളുടെ മനസ്സിൽ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ, കെയറിങ്ങിലാകട്ടെ, അൺകണ്ടീഷണൽ ലവിലാകട്ടെ, വിശ്വാസ്യതയിലാകട്ടെ, ഇതൊക്കെ ഒരു സ്റ്റേബിളായി എന്നെന്നും നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലേ, കെയറിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ എന്നാണ് നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ ഭാര്യയുടെ എന്നാണെന്ന് ഓർത്ത് വെക്കണം എന്നാണ് ഞാൻ ഓർത്ത് വെക്കാറുണ്ട് കേട്ടോ. ഈ ചില ആളുകൾ അടിയിൽ വന്ന് ഇനി കമൻ്റ് ഇടും, വലിയൊരു ബർത്ത്ഡേയെ പ്രോത്സാഹിപ്പിക്കുന്നു. പൊന്നു സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കുഞ്ഞു മോളുമായിട്ട്, ഫിസുമോളായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിലിങ്ങനെയാണ്, ഉമ്മയുടെ ബർത്ത്ഡേ ദിവസം ഉമ്മീനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ ഒരു സമ്മാനം കൊടുക്കണ്ടേ എന്നാണ്. സമ്മാനം കൊടുക്കുന്നതും ഒരു ഗിഫ്റ്റ് കൈമാറുന്നതും ബർത്ത്ഡേ ആഘോഷിക്കുന്നതും ഒന്നാണോ മനുഷ്യരെ? ആണോ? നിങ്ങളെങ്ങനെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങളും കുറേ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ ദിവസം പ്രിയപ്പെട്ടവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിനെ മതവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്തിനാണ്? മതകീയമായി കൊടുക്കുകയല്ലല്ലോ നമ്മൾ. ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്, അത്രയേ ഉള്ളൂ. അത് അവർക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കുന്ന വിഷയമാണ്. മാഷാ അല്ലാഹ്, എപ്പോഴും അതിങ്ങനെ ഞാൻ ആ ഒരു പ്രത്യേക ഡേറ്റുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു വെക്കും. അതുപോലെ നമ്മുടെ ആനിവേഴ്സറി വരുമ്പോൾ, വിവാഹത്തിൻ്റെ ആനിവേഴ്സറി വരുമ്പോൾ വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട, ചെറുത് മതി. അതായത് തൻ്റെ വിശേഷാൽ ദിവസങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവന് പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കൽ ആ സ്നേഹം വളരാനൊക്കെ കാരണമായിത്തീരും.
സ്നേഹം വർദ്ധിക്കാനൊക്കെ കാരണമായി തീരും. ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഞാൻ അവളോട് പറയും, എടേ ഞാൻ നിനക്കൊരു സർപ്രൈസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ സർപ്രൈസിൻ്റെ കഥ കഴിഞ്ഞില്ലേ? അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ സർപ്രൈസ് കൊടുത്തു കഴിയുമ്പോൾ അവൾ എന്നോട് പറയും, എൻ്റെ പൊന്നിക്കാക്കാം, അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞതിനാ ഈ ഒരു ഫീല്, അതായത് പറയാതെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമ്മൾ അപ്രതീക്ഷിതമായി കിട്ടുമ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ ആകണം. ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക, അത് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ലിസൺ ടു ഹെർ. അവളിലേക്കൊന്ന് കാത് ഉറപ്പിച്ച് നിൽക്കാം. അവൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കേൾക്കണം. നമ്മളിങ്ങനെ ബിസിനസ്സിൻ്റെ ടെൻഷനൊക്കെ ആയിട്ട് വന്ന് വീട്ടിലിരിക്കുമ്പോൾ അവൾ ചിലപ്പോൾ പറയാനുള്ളത് ലോക കാര്യത്തെക്കുറിച്ചൊന്നും ആയിരിക്കില്ല. അവൾ ഇരുന്നിട്ട് പറയാം, അതെ ഏക്കു, നമ്മുടെ വീടിൻ്റെ മുമ്പിലേ ഒരു ചെടി ഇങ്ങനെ മുട്ടിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിലുണ്ടായ കൊച്ചു കൊച്ചു കഥകളും അവരുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളും കൂട്ടുകാരികളുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും പറയാനുണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഒന്ന് വെറുതെ മനുഷ്യനാണ് ഇങ്ങനെ കാര്യം, ലോക കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കമ്പനിയിൽ, അതിൻ്റെ ഇടയിലാണ് അവിടെ പൂ മുട്ടിട്ടത്. അങ്ങനെയല്ല. അവൾക്ക് പിന്നെ ആരോ പറയാനുള്ളത്? അവൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാതെ വരുമ്പോഴാണ് വ്യാജന്മാരായ പല ആളുകളും കേൾക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അവളെ കേൾക്കുകയാണെങ്കിൽ അവൾ പിന്നെ മറ്റൊരാളെ തേടി പോകുന്നതിന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അവളെ കേൾക്കാനായി നിങ്ങളൊന്ന് കാതു കൊടുത്തിരിക്കുക. മറ്റൊന്ന്, വിശ്വാസം ഈ കെയറിങ്ങിൻ്റെ ഭാഗമാണ്. പൂർണ്ണമായ വിശ്വാസം നിങ്ങളിൽ അവൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഒരു മിസ്റ്റേക്ക് ആ വിഷയത്തിൽ വന്നു പോകാൻ പാടില്ല. ഒരു ഹറാമായ ചാറ്റിങ്, ഒരു ഹറാമായ നോട്ടം. ഇപ്പോൾ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണ് ഇതിൽ പറഞ്ഞതെന്നറിയോ? എൻ്റെ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ അവരുടെ ഷെയ്പ്പൊക്കെ നോക്കിയിട്ട് പറയും, അയ്യേ നിനക്കെന്താ ഉള്ളത്, അവരെയൊക്കെ നോക്ക്. പച്ചയ്ക്ക് പറയാ, യാ റബ്ബി, എത്ര വൃത്തികെട്ട മനുഷ്യനാണത്. അങ്ങനെയുള്ള തെമ്മാടികൾ, യാ അല്ലാഹ്, അങ്ങനത്തെ വാക്ക് തന്നെ പറഞ്ഞു പോവാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്ത് മോശമാണത്. സ്വന്തം ഭാര്യ കൂടെ നടക്കുമ്പോൾ, അല്ലാതെ തന്നെ നോക്കാൻ പാടില്ല, സ്വന്തം ഭാര്യ കൂടെ നടക്കുമ്പോൾ മറ്റൊന്നും നോക്കിയിട്ട്, ശരി കണ്ണൊന്ന് പെട്ടുപോയി അറിയാതെ തിരിഞ്ഞു നോക്കുക, അങ്ങനെയല്ല. ഇത് അതിലേക്ക് തന്നെ നോക്കിയിട്ട് ഭാര്യയോട് തന്നെ പറയടി, നോക്കിയേ അത് കണ്ടോ, അവളെ കാണാൻ എന്ത് ഭംഗിയാണ്, അവൾക്ക് ഇന്ന ഷേപ്പുണ്ട്, നിനക്കെന്താ ഉള്ളത് എന്ന് ചോദിക്കുക. യാ റബ്ബന, ഇത്ര മോശം മനുഷ്യനെ എങ്ങനെയാണ് ആ പെണ്ണ് സ്നേഹിക്കുക? വെറുത്തു പോകില്ലേ മനസ്സുകൊണ്ട്? മറ്റൊന്ന്, ഫൈൻഡ് എ ടൈം ടു ടോക്ക് ടു ഹെർ. അവളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട്, ഇപ്പോൾ ഉമ്മായുണ്ട്, വാപ്പായുണ്ട്, പെങ്ങന്മാരുണ്ട്, അതിൻ്റെ ഇടയിൽ ഭാര്യയുണ്ട്, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. അൽഹംദുലില്ലാ, അതൊക്കെ കുടുംബത്തിൻ്റെ മനോഹാരിതയെ വെളിവാക്കുന്ന കുറേ കാര്യങ്ങളാണ്. എല്ലാവരും ഒന്നിച്ചൊക്കെ ചർച്ച ചെയ്യണം, സംസാരിക്കണം. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്കായി കുറച്ച് സമയം നീ കണ്ടെത്തണം. അതായത് അവളുടെ കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, നീ കകട മോള് പറ, എന്തൊക്കെയാണ് ഇന്ന് നടന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുക, അവളോടൊപ്പം ഒന്ന് ചേർന്നിരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അവളുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ച് കൊടുക്കുക, ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുക്കുക. അതിനൊക്കെ സമയം കണ്ടെത്തുക. അവളുമായി ഫൈൻഡ് എ ടൈം ടു ടോക്ക് ടു ഹെർ. അവളുമായി ടോക്ക് വിത്ത് ഹെർ, ഇല്ലേ, അവളുമായി സംസാരിക്കാനുള്ള കുറച്ച് ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. അതും ഇതിൽ പെട്ടതാണ്. മറ്റൊന്ന്, അപ്രീഷിയേറ്റ് ചെയ്യുക. അവൾ അപ്രീസിയേഷനാണ്. അവൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ഉപകാരം അവൾ ചെയ്തു തരുന്നല്ലേ. നമ്മുടെ മക്കളെ നോക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, വീട് മനോഹരാക്കുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട് ഭംഗിയായി കിടപ്പുണ്ടെങ്കിൽ വെറുതെ മാഷാ അല്ലാഹ് എന്തൊരു ഭംഗിയാണ് വീട് കാണാനായിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. അതവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഭക്ഷണം ഉണ്ടാക്കി തന്ന് 24 മണിക്കൂർ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട്, എന്തൊരു ടേസ്റ്റാണ്, അങ്ങനെ ആകണമെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. മാഷാ അല്ലാഹ് ഞാനൊക്കെ പറയാറുണ്ട്. ഇടയ്ക്കെന്നല്ല, പരമാവധി എപ്പോഴും ഞാൻ എപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കഴിക്കാനും കിട്ടുന്ന ഓരോ നേരവും അൽഹംദുലില്ലാ ഞാനത് പറയാറുണ്ട്. അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ടല്ലോ, വളരെ മനോഹരമാണ്. അത് എനിക്ക് മനസ്സിലാകുന്ന എപ്പോഴാണെന്ന് അറിയാം. ഇടയ്ക്ക് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ കയറും. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ കയറുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വിളമ്പി വെക്കും. അവരിരുത്തിയിട്ട് ഞാനിങ്ങനെ കഴിപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിക്കും, എടീ ഫുഡ് എങ്ങനെയുണ്ട്, സൂപ്പറാണോ? അടിപൊളിയാണ്, സൂപ്പറാണ്. ഹോട്ടലിൽ കിട്ടുമോ ഇങ്ങനത്തെ ഫുഡ്? അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വെറുതെ ഇങ്ങനെ ചോദിക്കും, എന്തോ ഇതിൻ്റെ കുറവുണ്ട്. എന്തിനാ അങ്ങനെ പറയണത്? എന്തിനാ? അത് ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, നല്ലതാണെന്ന് ഇങ്ങനെ വീണ്ടും കേൾക്കാനുള്ളൊരാഗ്രഹമാണ്. വല്ലപ്പോഴും ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എപ്പോഴും നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുന്ന അവർക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടാവും, ഇല്ലേ? അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പോൾ കുട്ടികളെന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നീയാണ് ഇങ്ങനെ ആക്കിയതെന്ന് പറയും. പോയി അങ്ങനെയല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയ ഉണർത്തി കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. മറ്റൊന്ന്, റെസ്പെക്റ്റ് ചെയ്യുക. കേവലം ഒരു സെക്ഷുവലായ ഉപകരണമൊന്നുമല്ല ഭാര്യമാർ. ചില ആളുകളുടെ കമൻറ്റ് കാണുമ്പോഴേ അതിനുവേണ്ടി മാത്രമാണ് ഭാര്യമാരുള്ളതെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. അവളും മനുഷ്യനാണ്. അവളെ നിങ്ങൾ ആദരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക.
സൂറത്തുർ റൂമിൽ അല്ലാഹു തആല പറയുന്നില്ലേ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. കണ്ടോ, പടച്ചോൻ പറയുന്നുണ്ട് വമിൻ ആയാത്തിഹി. ഈ വിവാഹം എന്ന് പറഞ്ഞാലേ അത് തമാശയൊന്നുമല്ല, പടച്ചോനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്, ദൃഷ്ടാന്താണ്, ദൈവിക ദൃഷ്ടാന്താണ്. എന്നിട്ട് പറയുന്നൊരു വർച്ചാനം നോക്കിയേ, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹ് ഇണയെ പടച്ചു. എന്തിനാ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ അല്ലേ, പൂച്ചയ്ക്ക് പൂച്ചയാണ് ഇണ, ഏതൊരു വർഗ്ഗത്തിനും അതിൽ പെട്ടത് തന്നെയാണ് ഇണ. പിന്നെ എന്തിനാ മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് തന്നെ ഇണയെ പടച്ചു എന്ന് പറഞ്ഞെന്തിനാണെന്നറിയോ? സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അതായത് നീ മനുഷ്യനാണെങ്കിൽ നിന്നെപ്പോലൊരു മനുഷ്യനെയാണ് നീ വിവാഹം കഴിക്കുന്നത്. നിന്നെപ്പോലെ ചിരിക്കാനും നിന്നെപ്പോലെ കരയാനും നിന്നെപ്പോലെ വാശി പിടിക്കാനും നിന്നെപ്പോലെ മടി പിടിക്കാനും വേണ്ടി വന്ന നിന്നെപ്പോലെ ദേഷ്യപ്പെടാനും ഒക്കെ പറ്റുന്ന അതേ ഗുണമുള്ള ഒരാളെയാണ്, ഒരു മനുഷ്യനെയാണ് നിനക്ക് പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ എന്ത് മനസ്സിലാക്കുക? എന്നെപ്പോലെ ദേഷ്യം പിടിക്കാനും എന്നെപ്പോലെ ചിരിക്കാനും എന്നെപ്പോലെ കഴിക്കാനും എന്നെപ്പോലെ കുടിക്കാനും ഒക്കെ കഴിയുന്നൊരു മനുഷ്യനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഞാൻ എന്തോരം റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ടോ അതേ റെസ്പെക്റ്റ് അവളും ആഗ്രഹിക്കുന്നുണ്ട്, അവൾക്കും റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, റൊമാൻറ്റിക്കായ ടച്ചുകൾ പോലും അതും അവൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാവുക. കേവലം ഒരു എന്താ പറയുക, ഉപദ്രവം ഏൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലെയുള്ള പിടുത്തങ്ങൾ, അങ്ങനെയല്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോഴേ ആയിഷ ഉമ്മ പറഞ്ഞില്ലേ, റളിയല്ലാഹു അൻഹ, വഹുവ ഫീ മിഹ്നത്തി അഹ്ലി. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. കിച്ചണിലുണ്ടാവും ഭക്ഷണം പാചകം ചെയ്യാൻ. അതുപോലെ തന്നെ വീടടിച്ചു വരാനുണ്ടാവും മുത്തുനബി. ആര് ലോകത്തിൻ്റെ നേതാവായി പറയണേ. അതുപോലെ ആടിനെ കറക്കും, ആടിനെ കറന്നിട്ട് ഗ്ലാസ്സിൽ പാലെടുത്തിട്ട് എൻ്റെ വായിലേക്ക് ഇങ്ങനെ മുത്തുനബി വെച്ച് തരും. എനിക്ക് ഇങ്ങനെ വിശപ്പ് മാറിയെന്ന് കാണുമ്പോൾ എനിക്ക് മതിയായി എന്ന് പറയും. ആ പറയുന്ന എന്ത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ ചുണ്ട് എവിടെയാണോ പതിഞ്ഞത് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് എൻ്റെ ചുണ്ട് പതിഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കുടിക്കുമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര റെസ്പെക്റ്റാണത്, എന്തൊരു റൊമാൻസാണത്. ആരാ ഇത് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യേ ഇതൊന്നും പറയല്ലേ ഉസ്താദേ എന്നാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ അടിയിലൊന്ന് തെറി വിളിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? ഞാനിങ്ങനെ ചിന്തിച്ചു, പടച്ചോൻ ഇവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണ് ഇത് എന്നൊന്ന് സ്നേഹബുദ്ധിയെ പറഞ്ഞു കൊടുക്കണതിനൊക്കെ അടിയിലൊന്നും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചൊക്കെ സൈക്കോളജി പഠിച്ച ആളും കൂടെയാണ്, മനസ്സിലാവും, ഒരു കോളേജിൽ ലെക്ചറും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോഴും ക്ലാസ് എടുക്കുന്ന വിഷയം, പറഞ്ഞു കൊടുക്കുന്ന വിഷയം കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര തെറി പറയുക, എന്നിട്ട് പറയാം താൻ ഇസ്ലാമിനെ മോശമാക്കാൻ. എടോ, ഇത് പറഞ്ഞു കൊടുക്കൊണ്ട് ഇസ്ലാമിനെ മോശമാക്കുകയല്ല, ഇസ്ലാമിനെ കുറിച്ച് നല്ലത് ആളുകൾ മനസ്സിലാക്കാൻ. നിങ്ങൾ അടിയിൽ വന്ന് തെറി വിളിക്കുന്ന ആ തെറിവിളിയൊന്നും ഇസ്ലാമിനെ മോശമാക്കുന്നില്ല അല്ലേ? എന്തൊരു മനുഷ്യരാടോ നിങ്ങളൊക്കെ. ഞാൻ ചിന്തിക്കുക നിങ്ങളൊക്കെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സ്നേഹത്തോടെ അവളെ ഒന്ന് തലോടുക. ആ തലോടൽ പോലും അവളെ ബഹുമാനിച്ചു കൊണ്ടാണെന്നുള്ളൊരു ബോധം അവൾക്ക് വേണം. അവളുടെ സമ്മതമില്ലാതെ നമ്മൾ പിടിച്ചു വലിച്ച രീതിയിലല്ല, സ്നേഹത്തോടെ തലോടുക, ചേർത്ത് പിടിക്കുക, ചുംബനം കൊടുക്കുക, ആ തലയിലിങ്ങനെ തലമുടികളിലിടക്കിങ്ങനെ ചടവുക. നിങ്ങൾ സമയം കണ്ടെത്തണം. കുട്ടികളായി എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പരിഗണിക്കാതിരിക്കരുത്. ഭർത്താവ് വിളിക്കുമ്പോൾ അടുത്ത് ചെന്നിരിക്കുക. പരസ്പരം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കായി നിങ്ങളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്, അത് മനോഹരമാണ്. മറ്റൊന്ന്, അവളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഇതൊക്കെ കെയറിങ്ങിൽ പെട്ടതാട്ടോ. അവളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അവൾക്ക് ഇഷ്ടങ്ങളുണ്ട് അല്ലേ, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള കുടുംബക്കാരുണ്ട്, അവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭാര്യയുടെ വാപ്പാനെ നമ്മൾ കളിയാക്കാൻ തുടങ്ങും, ഭാര്യയുടെ ഉമ്മാനെ കളിയാക്കും, ഭാര്യയുടെ സഹോദരങ്ങളെ കളിയാക്കും. യാ അല്ലാ, അതൊക്കെ അവരുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാപ്പയെയും ഉമ്മയെയും അവൾ പരിഹസിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ ഭൂകമ്പം ഉണ്ടാവൂലേ? അതുപോലെ ഒരു മനുഷ്യൻ്റെ വാപ്പായും ഉമ്മയാണത്. കെട്ടിച്ച് തന്നു എന്നതുകൊണ്ട് വാപ്പായും ഉമ്മയും അല്ലാതായി മാറുന്നില്ല. ഭയങ്കര പരിഹാസമാണ് ചില ആൾക്കാർ ഭാര്യയുടെ വാപ്പാനെ, ചില ആൾക്കാർ ഭാര്യയുടെ ഉമ്മാനെ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭാര്യയുടെ ഉമ്മ ആരാണ്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിൻ്റെ ഉമ്മയാണ് ഇല്ലേ? അതായത് ഒരു അന്യ സ്ത്രീ നമ്മളെ സ്പർശിക്കുകയാണെങ്കിൽ വുളു മുറിയും. ഭാര്യയുടെ ഉമ്മ തൊട്ട വുളു മുറിയില്ല. എന്തുകൊണ്ടാണ്? അത് നിൻ്റെ ഉമ്മയെപ്പോലെയാണ്, സ്വന്തം ഉമ്മാനെ പോലെയാണ്. അത്രയേ ഉള്ളൂ. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ കെയറിങ്ങിൽ പെടും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. ഏതായാലും അവരോട് നമുക്ക് ഇമോഷണലി വിജയിക്കാൻ കഴിയില്ല. ഈ ഫിസിക്കൽ സ്ട്രെങ്ത് പുരുഷന് കൂടുതലാണ്, നല്ല ബോഡിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇമോഷണൽ സ്ട്രെങ്ത് എപ്പോഴും കൂടുതൽ ആർക്കാ? അത് സ്ത്രീകൾക്കാണ്. നമ്മൾ ബഹളം ഉണ്ടാക്കി ദേഷ്യപ്പെട്ടതുകൊണ്ടൊന്നും അവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവർ കീഴടങ്ങിയില്ല. മനസ്സിലിങ്ങനെ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കുകയുള്ളൂ. പക്ഷേ അവരെ കീഴ്പ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗ്ഗമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇമോഷണലി നമുക്ക് ഒരിക്കലും അവരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ എന്താ, അവർ ഈ പറയുന്ന പോലെ 10 മാസം ഗർഭം ചുമക്കുന്നുണ്ട്, 2 ആഴ്ച നമ്മളെ കൂടെ ചുമക്കാൻ പറ്റുമോ? ആ ഛർദിയും ആ ഇടങ്ങേറൊക്കെ കൂടെ പറ്റൂല. നമ്മൾ താങ്ങൂല. വേണ്ട, ഈ പ്രസവിച്ചേ കഴിഞ്ഞിട്ട് 2 കൊല്ലം കൃത്യമായിട്ട് ഉറക്കമില്ലാതെ അവരിങ്ങനെ ആ കുഞ്ഞിനെ നോക്കി
ഫീഡ് ചെയ്തിങ്ങനെ ഇരിക്കാറുണ്ട്. ഇപ്പം ഞാനിത് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോവാണ്. എന്താ സംഭവം എന്നറിയോ, ഇന്നലെ രാത്രി ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം ഇന്നലെ എൻ്റെ വൈഫിന് ചെറിയൊരു പ്രയാസം ശാരീരികമായി തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനിപ്പോൾ ഏതാണ്ട് 90 days 90 ദിവസം ആയിട്ടേ ഉള്ളൂ. അള്ളാഹു നല്ല സ്വാലിഹത്തായ മോളാക്കട്ടെ, നമ്മൾ ദ്വാരക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഞാനിങ്ങനെ ക്രാഡിലിട്ട് ഇങ്ങനെ ആട്ടുകയാണ് കുഞ്ഞിനെ. അപ്പോൾ എപ്പോൾ രാത്രി 1 മണിക്ക് ഞാനിങ്ങനെ കണ്ണ് വരച്ചിരുമ്പോഴത്തേക്കും അയാൾ കരച്ചിൽ തുടങ്ങും. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ 1:30, പിന്നെ ഒന്നിങ്ങനെ കണ്ട് വീണ്ടും അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 1:45. ഇങ്ങനെ ഏതാണ്ട് 4:30 വരെ ഈ പറയണ പോലെ ആട്ടൽ തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പടച്ചോനെ ഇപ്പോൾ 90 ദിവസമായി നോക്ക്, ഈ 90 ദിവസത്തിൽ 89 ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നിട്ടൊരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമായി അവളൊന്നും ഉറങ്ങിയിട്ടില്ല. രാവിലെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിരിപ്പുണ്ടാകും, ഉറക്കം കൃത്യമായിട്ട് കിട്ടായിരുന്നിട്ട്. ഞാൻ ചേർത്ത് പിടിച്ചിട്ട് അവളോട് സന്തോഷം പറഞ്ഞു. അവരുടെയും കണ്ണ് നിറഞ്ഞു, എൻ്റെയും കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇമോഷണലി അവർ ഒരു കുറച്ച് സ്ട്രെങ്ത് അവർക്ക് കൂടുതലാണ്. നമുക്കൊരിക്കലും ഇമോഷണലി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു വഴി എന്താണെന്നറിയോ? സ്നേഹമാണ്. സ്നേഹം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക. സ്നേഹം ശരിക്കും കൊടുത്തു നോക്കി നിങ്ങൾ കൃത്യമായി വേണ്ട രീതിയിൽ ആ സ്നേഹം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് എപ്പോഴും കീഴ്പ്പെട്ട് നിൽക്കുമെന്നാണ്. സ്നേഹം കൊണ്ട് നമുക്ക് ആരെയും കീഴ്പ്പെടുത്താൻ പറ്റും മനുഷ്യരെ. അപ്പോൾ ഹൃദ്യമായൊരു ജീവിതം നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇതീ പറഞ്ഞതുപോലെയൊക്കെ ലൈഫ് ചിട്ടപ്പെടുത്തി നോക്കി. ഇത് നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനോഹരമായൊരു ലൈഫ് ആസ്വദിക്കാൻ ഇത് കണ്ടിട്ട് നമ്മൾ മക്കൾ പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? മക്കൾ പഠിക്കേണ്ട സ്നേഹം നാട്ടുകാരുടെയോ അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെയോ ടി വിയിൽ കാണുന്നതൊന്നും അല്ല സ്നേഹം. യഥാർത്ഥ സ്നേഹം അവർ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ. അങ്ങനെ പഠിക്കുന്നൊരു മകനോ മകളോ വഴിതെറ്റി പോവോ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവോ ഒന്നും ചെയ്യൂല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥ സ്നേഹം അവർ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ.